ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. തിയേറ്റർ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് എവിടെയോ നിന്നു പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇനി ജീവിക്കാൻ എന്ത് വഴി. പച്ചക്കതളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും മുത്തുമണി പളുങ്കുവെള്ളം പുഴയിലെൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വടക്കൻ പാട്ടിലെ നായകനാവും. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഒരു ഗാനസാഹിത്യത്തിൻ്റെ ഒരു പിൻബലത്തിൽ വായനശാലയിലേക്ക് ഒരു പാലം. അങ്ങനെയാണ് ഞാൻ ബഷീറിനെയും എം ടിയും ഉറൂബിനെയും പൊറ്റേക്കാടിനെയും പത്മരാജനെയും. ഹാസ്യത്തെ എന്നും മാറ്റി നിർത്തുന്നത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ പണ്ടത്തെ ഒരു സ്വഭാവമാണ്. ജഗദീഷ് ശ്രീകുമാർ വൺ ആക്ടർ അല്ലേ, ഗംഭീര ആക്ടർ. അദ്ദേഹത്തെ ഹാസ്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. ഭാരതപ്പുഴയുടെ തീരത്തും താന്നിക്കുന്നിന്റെ താഴ്വരയിലും നാട്ടിലെ വഴികളിലും കഥാപാത്രങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണ്. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജയരാജ് വാര്യരെ കേൾക്കാനാണ്. ഈ കേൾക്കുക എന്ന് പറയുന്നത് ഒരു രസകരമായ കാര്യമാണ്. കാരണം എപ്പോഴും ജയരാജന്റെ വാക്കുകളെ എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്നവരാണ്. ഞാനും അക്കൂട്ടത്തിൽ ഒരാളാണ്. ജയരാജ്, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരാ, നമസ്കാരം. ജയരാജനെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാരിക്കേച്ചറിസ്റ്റ്, ഇങ്ങനെയൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ഒരു പേരുകൾ നമ്മൾ അറിയപ്പെടുന്നു. പക്ഷേ ഇതിനൊക്കെ വരുന്നതിന് മുമ്പ് വളരെ ചെറിയ പ്രായത്തിൽ ഒരു 8ാം ക്ലാസ്സുകാരൻ ഓട്ടംതുള്ളൽ പഠിച്ചിരുന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ അല്ലേ? വേണുമാഷായിരുന്നു. അത് വേണുമാഷാൻ. പക്ഷേ ഈ ഓട്ടംതുള്ളലാണോ ശരിക്കും ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയനിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കാരിക്കേച്ചറിലേക്കൊക്കെ കൊണ്ടുവന്നത്? തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരിക്കേച്ചറിൻ്റെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ തന്നെയാണ്. അതായത് ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഒരു ശല്യക്കാരനായ മകനായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ വളരെ നന്നായി പഠിച്ചിരുന്ന ആളാണ്. അദ്ദേഹം, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം IIT കിട്ടി അങ്ങ് പോയി. IIT വലിയ സംഭവം ഇപ്പോഴും. എൻ്റെ അനിയത്തിയാണെങ്കിൽ അവൾ നല്ലപോലെ പഠിക്കും. എനിക്ക് പഠനത്തിലല്ല ശ്രദ്ധ. ഞാൻ ഈ പാട്ട് കേട്ടിരിക്കുക, സിനിമ കാണാൻ പോവുക, അതിലേക്കാണ് താല്പര്യം. പാട്ട് മനപ്പാട്ടാക്കുക, റേഡിയോയിൽ പാട്ട് തുടങ്ങി അവിടെ ഇരിപ്പാ. അങ്ങനെ എൻ്റെ ഈ ഒരു സംഗീതവാസനയും അതുപോലെ അനുകരിക്കുക, വീട്ടിൽ വരുന്നവരെയൊക്കെ അനുകരിക്കുക. വലിയ ശല്യമാണത്. അച്ഛനെ അനുകരിക്കുക. ഉണ്ണികൃഷ്ണ വാര്യർ എന്നാണ് അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് വിലാസ്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ആരെങ്കിലൊക്കെ വന്നാൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് എൻ്റെ പെർഫോമൻസ് തുടങ്ങും. പാട്ട് പാടാൻ തുടങ്ങും, അഭിനയിക്കാൻ തുടങ്ങും, അനുകരിക്കാൻ തുടങ്ങും. അങ്ങനെ അവസാനം ഇവരുടെ ശ്രദ്ധ എന്നിൽ കിട്ടുന്നവരെ ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞാനൊരു, ശരിക്കും പറഞ്ഞാൽ ഒരു ശല്യക്കാരനായൊരു കുട്ടിയായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ചിരുന്ന പേര് കോമാളി എന്നാണ്. വളരെ വലുതായി ഇപ്പോഴാണ് ഞാൻ പറയുന്നത് കോമാളി എന്നതൊരു മഹാനായ നടൻ്റെ പേരാണെന്ന്. ചാർലി ചാപ്ലിൻ. അതെ. അപ്പം അങ്ങനെ എൻ്റെ ഈ സംഗീതവാസനയും ഈ അനുകരണവും അഭിനയത്തോടുള്ള താല്പര്യമൊക്കെ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നണം അച്ഛൻ എന്നെ ഓട്ടംതുള്ളൽ പഠിപ്പിക്കാൻ പറ്റുന്നത്. അതിലൂടെ ഞാൻ വേറൊരു ലോകത്തേക്ക് എത്തിപ്പെടുകയായിരുന്നു. ഇതൊക്കെ ഇപ്പം റിയലൈസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പം അന്ന് കല്യാണ സൗഗന്ധി എന്ന് പറഞ്ഞ കഥ, പാഞ്ചാലിയുടെ ഇഷ്ടത്തിന് വേണ്ടി ഭീമനെ കല്യാണ സൗഗന്ധ്യത്തിൻ്റെ അത് പുഷ്പം പറിക്കാൻ വേണ്ടി വിടുന്ന കഥ. ഈ കഥ ഫുള്ളായിട്ട് പഠിക്കുകയാണ്. അപ്പം മെമ്മറി പവറാണ് ഇതിൻ്റെ അടിസ്ഥാനം. വലിയ കഥയാണത്. അതിൻ്റെ ഫ്രം ദി വെരി ബിഗിനിങ് ടു എൻഡ് ബൈഹാർട്ടാക്കിയിട്ടാണ് ഞാൻ തുള്ളാൻ തുടങ്ങുന്നത്. അതിന് മുമ്പ് കലാശങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അമ്പലത്തിൽ അരങ്ങേറി, വീടിനടുത്തുള്ള അമ്പലത്തറയിൽ, അവിടെ ഒരു ആൽത്തറയിൽ അരങ്ങേറി, സ്കൂൾ യൂത്ത് ഫെസ്റ്റിൽ പങ്കെടുത്തു. അങ്ങനെ തുള്ളലിൻ്റെ ഒരു വഴി. അതോടൊപ്പം ഞാൻ പാട്ടിനോടുള്ള പ്രണയം വിട്ടില്ല. പദ്യം ചൊല്ലുക, കിട്ടാവുന്ന പദ്യങ്ങളൊക്കെ ഞാൻ ബൈഹാർട്ടാക്കും. പിന്നെ പാട്ട്. ഇതിങ്ങനെ ഈ ഒരു യാത്രയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു, എന്താ പറയേണ്ട, ഒരു സ്പാർക്കെന്നോ അതല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ കളരി എന്നോ ഒക്കെ പറയാം. അങ്ങനെയാണ് എൻ്റെ ഇപ്പോഴും എനിക്ക് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് എൻ്റെ മഹാകവി. ഈ കല്യാണ സൗഗന്ധ്യത്തിലെ വളരെ സ്ട്രൈക്കിംഗ് ആയ 2 വരി എന്ന് പറയാം. പച്ചക്കതളി കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിലങ്ങിനെ കണ്ടാൽ പവീഴവും പച്ചരത്നക്കല്ലും ഒന്നിച്ചു കോർത്തുള്ള മാലകൾ കൊണ്ട് വിധാനിച്ചതിക്കെന്ന് മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ 4 ഭാഗങ്ങളിൽ തിങ്ങി വിങ്ങിത്തത ചിത്രമാണ്. പച്ചക്കദളിക്കുലകൾക്കിടക്കിടെ മെച്ചത്തിൽ നന്നായി പഴുത്ത പഴങ്ങൾ. അതുകൊണ്ട് വിഷ്വൽസാ, വാങ്മയ ചിത്രങ്ങളുടെ മനോഹാരിതയാണ്.
അതിൽ കവിതയുണ്ട്, അതിനകത്ത് താളമുണ്ട്, അതിനകത്ത് സംഗീതമുണ്ട്. ഇത് അവതരിപ്പിക്കുമ്പോൾ ഞാൻ വാഴയാവണം, ഞാൻ അവിടെ വരുന്ന കിളിയാവണം. ഒരു ആക്ടറുടെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏകാംഗ കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. ഈ സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ ഫെമിലിയർ ആണ്. ഈ പറഞ്ഞത് ഇത്രയും കാലം മുമ്പ് ഇത് ഉണ്ടായിരുന്നു, അതിനെ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാൻ എൻ്റെ ഒരു ഇത് ഇപ്പം നമ്മളിപ്പം പറയാൻ ഒരു മിമിക്രി അല്ലത്, അതിനൊരു വേറൊരു രൂപമുണ്ട്. ഒരു കാരിക്കേച്ചർസ് എന്ന് പറയുന്നത് വേറെ ടൈപ്പാണ്. അപ്പം അത് ഇങ്ങനെ ഒരു പ്രത്യേക വഴി, ഇപ്പം കുഞ്ചൻ നമ്പ്യാരുടെ എഫേർട്ട് തന്നെയാണ് ശരിക്കും. അദ്ദേഹം ഇതിനെ എങ്ങനെയാണോ ജനകീയമാക്കി അതുപോലെ ഇതിനെ ഒരു പ്രത്യേക രീതിയിലേക്ക് ഈ രൂപപ്പെടുത്താൻ എന്താണ് അതിന് കാരണമായിട്ട് തോന്നുന്നത്? കാരണം ഞാൻ ആക്ച്വലി എൻ്റെ പഠനശേഷം പഠിക്കുമ്പോഴും അതിനുശേഷമൊക്കെ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള നാടക പ്രവർത്തനമായിരുന്നു. തൃശ്ശൂരിലാണല്ലോ സ്കൂൾ ഓഫ് ഡ്രാമ. സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആദ്യത്തെ ബാച്ചിൽ നിന്ന് ഇറങ്ങിയ ഏറ്റവും സമർത്ഥനായിട്ടുള്ള നാടകക്കാരനായിരുന്നു ജോസ് ചിറമേൽ. പി ബാലചന്ദ്രൻ അദ്ദേഹത്തോടൊപ്പം പഠിച്ചതാണ്. ബാലേട്ടൻ, ജോസ് ചിറമേൽ, ശ്യാമപ്രസാദ്, ദിലീപ്, സന്ധ്യാരാജേന്ദ്രൻ, ഇവരൊക്കെയാണ് ഒരു ബാച്ച്. അപ്പം അദ്ദേഹത്തോടൊപ്പമാണ് പിന്നെ ഞാൻ കൂടുന്നത്. എൻ്റെ ഈ സിദ്ധി അദ്ദേഹത്തിന് അറിയാം, ഈ പെർഫോമൻസും. എൻ്റെ വീടിൻ്റെ അടുത്താണ് വീട്. റൂട്ട് തിയേറ്റർ ഗ്രൂപ്പ്. അതിലാണ് വി കെ പ്രകാശും മുരളി മേനോനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്ന ആദ്യം. അപ്പോൾ ശവഘോഷയാത്ര, ഭോമ, മുദ്ര രാട്സ, അതാണ് എൻ്റെ ഒരു മാസ്റ്റർ പ്ലേ, ഒരു ചാണക്യനായിട്ട് അഭിനയിച്ചു. അപ്പോൾ ആ തിയേറ്റർ ഗ്രൂപ്പിലേക്കാണ് ഞാൻ വരുന്നത്. തിയേറ്റർ ഗ്രൂപ്പിലേക്ക് എൻ്റെ ഈ സിദ്ധികളൊക്കെ അദ്ദേഹം മാക്സിമം പ്രയോജനപ്പെടുത്തി. എന്നെ ശരിക്കും ഒരു സ്റ്റേജിൽ നിൽക്കാനും കൈകാലുകൾ ചൂണ്ടാനും കണ്ണ് ഷാർപ്പായിട്ട് നോക്കാനും ഒക്കെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്, ജോസ് ചിറമേൽ. അദ്ദേഹം ആ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് എവിടെയോ നിന്ന് പോകുന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഇനി ജീവിക്കാൻ എന്ത് വഴി, എനിക്ക് കമേഴ്ഷ്യൽ പ്രൊഫഷണൽ നാടകങ്ങളിൽ താല്പര്യമില്ല. അപ്പോൾ ഇനി എന്താ വഴിയെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ കുഞ്ചൻ നമ്പ്യാരെ വായിക്കുന്നൊരു ശീലം അന്നുണ്ട്. ഞാൻ 10-20 വരികളൊക്കെ ബൈഹാർട്ട് പഠിച്ചിരുന്നു, എൻ്റെ വൊക്കാബുലറിക്ക് വേണ്ടി, എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി. അങ്ങനെയാണ് എനിക്ക് തോന്നിയത് നമുക്ക് ഇത് വെച്ചിട്ടൊരു പിടിപിടിച്ചാലോ. എന്നാൽ ഇത് ഞാൻ ചെയ്തു തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ കൂട്ടുകാരെ രസിപ്പിക്കാൻ വേണ്ടി സത്യൻ സാറ് പാടി അഭിനയിക്കുന്നതും നസീർ സാറ് പാടുന്നതും ഈ നടന്മാരും രാഷ്ട്രീയക്കാരൊക്കെ അതൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയത് അതിനുശേഷം എവിടെയൊക്കെ എപ്പോഴൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ജയപ്രകാശ് കുളു സാറിനെ കണ്ടപ്പോഴാണ്. അദ്ദേഹം അറിയാവുന്ന, നമുക്കറിയാലോ, നാടകൃത്ത്, സംവിധായകൻ, നടൻ. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞു, കുഞ്ചൻ നമ്പ്യാരെ വഴി പിടിക്കുക, അങ്ങനെ ഇങ്ങനെ പൊയ്ക്കോ, അതിനെ നീ സമകാലീനമാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം ആരംഭിക്കുന്നത്. ഞാൻ സംഭവം എന്ന് പറഞ്ഞാൽ മഹാസംഭവം എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവം അവിടെ ഉണ്ടാവുകയില്ല. ആദ്യമായിട്ട് ആരെയാ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നി? ചെറുപ്പം മുതലേ നമ്മൾ ഈ പാട്ടൊക്കെ പാടി അഭിനയിക്കുക എന്നുള്ളതാണല്ലോ നസീർ സാറിൻ്റെ കാരിക്കേച്ചർ. അതെങ്ങനെയാ നസീർ സാറിനെ പെട്ടെന്ന് വരിക? നസീർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്രയും പാട്ടിന് സൗന്ദര്യം കൊടുത്തൊരു രൂപം ഞാൻ കണ്ടിട്ടില്ല. യൗവനമായിരുന്നു. പാട്ടിൻ്റെ സൗന്ദര്യമാണ്, പാട്ടിൻ്റെ മുഖമാണ്. ഇപ്പോഴും മലയാള സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വരുന്ന മുഖം നസീർ സാറിൻ്റെയാണ്. അദ്ദേഹം നിൽക്കുന്നതും കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും എന്ന് പറയുമ്പോൾ വയലാറിൻ്റെ വരികൾ, ദേവരായ സംഗീതം, ദാസേട്ടൻ്റെ ശബ്ദം, നസീർ സാറിൻ്റെ മുഖം, ഇങ്ങനെ ആയിരക്കണക്കിനാണ്. എണ്ണിയാലൊടുങ്ങാത്തത്രയും സമ്പന്നമായ ഒരു ഗാനസാഹിത്യത്തിനെ ഏറ്റവും ജനകീയമാക്കിയ ഒരു മുഖമാണ് നസീർ സാർ. അപ്പോൾ നമ്മൾ മുത്തുമണിപ്പളുങ്കു വെള്ളം പുഴയിലെൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ വടക്കൻ പാട്ടിൻ്റെ നായകനാവും. അങ്ങനെ ഈ പെർഫോം ചെയ്യാണ് ഇതൊക്കെ. നിത്യ കാമുകി ഞാൻ നിൻമടിയിലെ പാട്ടുകളെല്ലാം, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന ദിനം, പാരിജാതം തിരുമിഴി തുറന്നു, ഇതൊക്കെ പാടി അഭിനയിക്കുകയാണ് നമ്മൾ, അറിഞ്ഞിട്ടല്ല അറിയാതെ. അത് പിന്നെ സത്യൻ സാറിൻ്റെ, എനിക്ക് വളരെ ബഹുമാനിക്കുന്ന ഒരു ആക്ടറാണ് സത്യൻ സാർ. സത്യനെ ഒക്കെ നമ്മൾ അനുകരിച്ച് ഏറ്റവും മോശപ്പെടുത്തി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അദ്ദേഹത്തോടുള്ള പരിപൂർണമായ ആദരവോടു കൂടിയാണ് അദ്ദേഹം പാടി അഭിനയിക്കുന്ന രംഗങ്ങളൊക്കെ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി എന്ന് പറയുമ്പോൾ ആ പ്രണയം, ശരീരഭാഷ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഷ്ടം. നസീർ സാർ അഭിനയിക്കുമ്പോൾ പാട്ടുപാടി അഭിനയിക്കുന്നു, മികച്ച ഗാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യം, ഗാനത്തിൻ്റെ ഭംഗി, ദാസേട്ടൻ്റെ ശബ്ദ സൗകുമാര്യം, പി ഭാസ്കറിൻ്റെയും വയലാർ രാമവർമ്മയുടെയൊക്കെ രചന, ദേവരാജൻ മാസ്റ്റർ ഉജ്ജ്വല സംഗീതം,
അതൊക്കെ നമുക്കറിയാം. പക്ഷെ സത്യൻ സാറ് പാടി അഭിനയിക്കുമ്പോൾ ഒരു വല്ലാത്ത അടുപ്പം നായികയോട് അദ്ദേഹമാണ് കാണിച്ചിട്ടുള്ളത്. അതായത് സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നൻ കൽപ്പന ചേർത്ത് പിടിക്കുമ്പോൾ ഭയങ്കര അഴകാണ്. ശ്രീനഗരത്തിലെ അല്ലേ? അതെങ്ങനെ പിടികിട്ടി? അല്ലാതെ എനിക്ക് ആ അയ്യോ ഞാന് ശ്രീനഗരത്തിലെ എന്നുള്ള പാട്ടാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ച പാട്ട്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ ഇത് അന്വേഷിച്ചു പോയത്. ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കേട്ടൊരു പാട്ടാണ്. ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ വായനശാലയിലൊക്കെ പോയത്. എനിക്ക് ഇതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടി. ഒരു പട്ടാളക്കാരനായിട്ടാണ് അത്. ഷൂ പോളിഷ് എന്തൊരു ഇൻറ്റിമസിയാണ് ആ പാട്ടിനോട്. സത്യൻ സാറ് ഷൂ പോളിഷ് ചെയ്തിട്ട് ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ ശിശിര മനോഹര ചന്ദ്രികെ നിന്റെ കനക വിമാനത്തിൽ ഞാനൊരു വർണ്ണഭൃംഗമായി പറന്നോട്ടെ. വണ്ടർഫുൾ സോങ്, വണ്ടർഫുൾ കോമ്പോസിഷൻസ്. അതായത് ഈ പാട്ട് വർണ്ണഭൃംഗം പറന്നു പോയാണ്. അത് ഈ വയലാർ എന്ന് പറയുന്ന ഒരു മഹാകവിയുടെ എന്തൊരു കൽപ്പനാസുരഭിലമായ വരികളും അതിന് അനുഗുണമായ സംഗീതവും. ഇത് ജയേന്ദ്രൻ ചേട്ടനാണ്. ആ ഗാനം നിങ്ങൾക്ക് ഇഷ്ടമാണ്? നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടില്ല അല്ലേ? അയ്യോ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ അതിലൂടെയാണ് ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ചേട്ടനോട് ചോദിക്കുന്നത് എന്താണ് ശ്രീനഗരം, എന്താണ് ചിത്രവനം, എന്താണ് ശിശിര മനോഹര ചന്ദ്രിക, ആരാണ് ചങ്ങമ്പുഴ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ കൂടുതൽ അറിയണം, നീ പുസ്തകം വായിക്കണം. നാളെ തന്നെ സ്കൂൾ പൂട്ടിയ ദിവസം. അതിന് മുമ്പൊരു കഥയുണ്ട്, അത് പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതൊരു അടി കിട്ടിയ കേസ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പയ്യൻ വേദനിച്ചിട്ട് വരികയാണ്. ഒരു പയ്യൻ പരീക്ഷയ്ക്ക് കാണാതെ എഴുതാൻ അവന് ഞാൻ കോപ്പി അടിക്കാൻ സഹായിക്കാത്തതുകൊണ്ട് അവൻ എന്നെ അടിച്ചു. ആ വേദനയും സഹിച്ച് ഞാൻ വരുമ്പോഴാണ് ഈ പാട്ട് ഞാൻ കേൾക്കുന്നത്. ശ്രീനഗരത്തിലെ സസ്യശ്യാമള കോമളമാകും സഹ്യന്റെ താഴ്വരയിൽ. ഇതൊക്കെ കേട്ട് ഈ പാട്ട് കേട്ട് ഞാൻ എൻ്റെ വേദനയൊക്കെ മാറുന്നു. ഞാൻ നേരെ ചേട്ടനോട് ചോദിക്കുന്നു എന്താണ് ശ്രീനഗരം, എന്താണ് ചിത്രവനം, ആരാണ് ചങ്ങമ്പുഴ. അപ്പോൾ പറഞ്ഞു വായനശാലയിൽ പോയി പുസ്തകം വായിച്ചു കൊടുക്കണം. വായനശാലയ്ക്കുള്ള വാതിൽ തുറക്കുന്നു. പാലം, ഒരു ഗാനസാഹിത്യത്തിൻ്റെ ഒരു പിൻബലത്തിൽ വായനശാലയിലേക്കൊരു പാലം. അങ്ങനെയാണ് ഞാൻ ബഷീറിനെയും എം.ടിയും ഉറൂബിനെയും പൊറ്റേക്കാടിനെയും പത്മരാജനെയും കുഞ്ചൻ നമ്പ്യാരെ കൂടെയും. അതെ. അപ്പം ഈ പാട്ടിൻ്റെ ഒരു ശക്തി അപാരാണ്. പാട്ടിനെ കുറിച്ച് ഇത്രയും അവഗാഹമുള്ള വെറും ആൾക്കാരുള്ളൂ. ഇപ്പോഴൊരു പാട്ടൊക്കെ പറഞ്ഞാൽ ഇത് ഏത് സിനിമയിലെയാണ്, ആര് പാടിയതാണ്, ആരാണെന്ന് പറയാൻ പറ്റും. ചിലതൊക്കെ അത്രയും ശ്രദ്ധയോട് കേട്ടിരുന്ന ഒരു സാധനമായിരുന്നു ഈ പാട്ടുകൾ അല്ലേ? ഇപ്പോഴും. അതെ, ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഞാൻ രാവിലെ 10 പാട്ട് കേൾക്കും ദിവസം. അത് റുട്ടീനാണ്. ഞാൻ എണീറ്റ് മുഖം കഴുകി ഒരു കട്ടൻ ചായ അടിച്ച് പാട്ട് വയ്ക്കും. ടേപ്പ് റെക്കോർഡർ അതോ? അല്ല, ഞാൻ ഇപ്പോൾ ഫോണിലാണ്. ഇപ്പോൾ ഡിവൈസ് മാറിയില്ലേ? അതെ. സാധനം എടുത്ത് കുത്തി രാവിലെ തന്നെ പാട്ട്. ഏറ്റവും കൂടുതൽ കേട്ടുള്ള കേൾക്കാൻ കൊതിച്ചിട്ടുള്ള കേട്ട പാട്ട് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ കേട്ടത് ഇപ്പോൾ ശ്രീനഗരത്തിലെ എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ. വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ. വയലാർ, വീണ്ടും വയലാർ. അതാണ് സംസ്കൃത പദങ്ങളൊക്കെ വളരെ. ഈ വയലാറിന്റെ പാട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നമുക്ക് തീരെ അർത്ഥം മനസ്സിലാവാത്ത സംസ്കൃത പദങ്ങളെ വിപ്രലംബ ശൃംഗാരം, അകന്നിരിക്കുമ്പോഴത്തെ ശൃംഗാരം, ഈ സംസ്കൃത പദങ്ങളെ ഏറ്റവും നിരക്ഷരന് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനപ്പുറത്ത് ഇപ്പുറത്ത് വയ്ക്കുന്ന മലയാള പാട്ടുകളെ കൊണ്ട് അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം വെൺചന്ദ്രലേഖ ഒരു അപ്സര സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാവനയാണത്. പക്ഷേ പി ഭാസ്കരൻ മാഷ് ലൈറ്റായിട്ടാണ്. ചന്തമേഴും ചന്ദ്രികതൻ ചന്ദനമണി മന്ദിരത്തിൽ സുന്ദര വസന്തരാവിൻ ഇന്ദ്രനീല മണ്ഡപത്തിൽ. അപ്പൊ ഇതിങ്ങനെ മാറി മാറി കേൾക്കുന്നത്. അപ്പൊ ഈ 10 പാട്ടുകൾ ശരിക്കും പറഞ്ഞൊരു ഔഷധമാണ്. ഈ 10 പാട്ട് നമ്മളിരുന്ന് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു ബ്രീത്തിങ് ഒക്കെ കറക്റ്റ് ആവും. നമുക്ക് വേറൊരു മൂഡ് വരും അല്ലേ. സരസ്വതീയാമം കഴിഞ്ഞു ഉഷസ്സിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു
വെൺകൊറ്റക്കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു എന്ന് പറയുമ്പോൾ പ്രഭാതത്തിന്റെ വയലാർ ദേവരായ മാസ്റ്റർ. ഇത് നമ്മുടെ അനാവരണം. അന്നത്തെ പാട്ടുകളാണ് ഇപ്പോഴും കേൾക്കുന്നത്, പഴയ പാട്ടുകൾ. അല്ല, ഞാൻ ഇപ്പോഴത്തെ പാട്ടും കേൾക്കും. എനിക്ക് നമ്മുടെ ജോൺസേട്ടൻ്റെയും രവീന്ദ്രൻ മാസ്റ്ററും കഴിഞ്ഞ വിദ്യാസാഗറിന്റെ. അല്ല, പിന്നെ ജോൺസൺ മാഷോട് വളരെ അടുത്ത സൗഹൃദം. എനിക്ക് ഇപ്പോഴും ആ കോളർ കേൾക്കുന്നത് ജോൺസൺ മാഷയുടെ വരികളാണ്. പിന്നെ എന്താണ്? മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇടം പൂത്തനാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം. എങ്ങനെ അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നത്? അദ്ദേഹമായിട്ടുള്ള ഒരു ഭയങ്കര സൗഹൃദം ഉണ്ടായിരുന്നല്ലോ. ഒന്നാമത്തേൽ ദേവരായ മാഷ ശിഷ്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നു. മാഷ വീട്ടിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. മാഷ വീട്ടിലൊക്കെ ഞാൻ പോകാറുണ്ട്. ജയേന്ദ്രൻ ചേട്ടനുമായിട്ടുള്ള അടുപ്പം. അതെ, അത് എനിക്ക് ജോൺസൺ മാഷായിട്ടുള്ള സൗഹൃദം എങ്ങനെ തുടങ്ങുന്നത്? ജോൺസൺ മാഷ് ഭരതേട്ടൻ്റെ വീട്ടിൽ. ജയേന്ദ്രൻ ചേട്ടനാണ് ദേവരായ മാഷയുടെ അടുത്ത് വിടുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നത് ഭരതേട്ടൻ്റെ സിനിമകളിലൂടെയാണ്. അപ്പോൾ ഭരതേട്ടൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് സായന്തനങ്ങളിലെ സതിരുകളിൽ ജോൺസേട്ടൻ വരും. ആവേശത്തിന്റെ അതിനെ പറയുന്ന ഉന്മാദ രാത്രികളാണ്. അവിടെ ഇരുന്നു കൊണ്ട് പാടിയിട്ടുണ്ട്. ഇങ്ങനെ എന്തൊരു കലാകാരന്മാരാണ് ഇവരൊക്കെ. ഭരതേട്ടൻ ചിത്രം വരയ്ക്കുന്നു, ജോൺസേട്ടൻ പാടുന്നു, മറ്റേത് ഗിറ്റാർ വായിക്കുന്നു, ഞാനവിടെ എങ്ങനെ ഇരിക്കുന്നു. എന്നോടും പറയും നീ പാടിക്കടാന്നൊക്കെ പറയുന്നു ഭരതേട്ടൻ. എന്തൊരു കോൺട്രിബ്യൂഷൻസ് ആണ്, എന്താ അസറ്റാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഇപ്പോഴും ഒരു ആരാധന. എന്താണ് പറഞ്ഞത്, മാനസഗുരു അല്ലേ കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സാഹിത്യമാണ്. പക്ഷെ അതിലെ ഹാസ്യമാണോ ഈ ഗംഭീരമായിട്ട് ഒരുപാട് ഈ കുഞ്ചൻ കവിതകളൊക്കെ ഇങ്ങനെ അനർഘനിർഗളം, അമ്പിളിച്ചേട്ടൻ പറയുന്നുണ്ടോ, അനർഘനിർഗളം പ്രവഹിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ബൈഹാർട്ടാണല്ലോ. നായിനെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഡോഗ്സ് ആണല്ലോ. വഴിയിലൂടെ പോയാൽ പട്ടി കടിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഈ പട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ച് ഞാൻ കണ്ടറിയുന്നേൻ. കാളന്നായും വീട്ടിൽ വരുമ്പോൾ കോളല്ലാതൊരു പേടി തുറങ്ങും. വെള്ളൂവാവ എന്ന് വിളിച്ചാൽ തൊള്ള തുറന്നു വരും. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. സുന്ദരിമാരായ സ്ത്രീകളെ കുറിച്ചായാലും നടക്കുന്നവരെ കുറിച്ചായാലും. ഇപ്പം അന്ന നട അങ്ങനെ സുരതരുണികളങ്ങു നടന്നു, സുരഗിരി തടകങ്ങൾ കടന്നു, പരിമൃദുവചനങ്ങൾ തുടർന്നു, പരിചുടുമനമൊന്നു വിടർന്നു. വരവാണി ജനങ്ങളുടെ തലമുടി പട്ടുതരമഴികയും മലർപൊഴികയും മണമമ്പൊട്ടു വിലസുകയും. ഇതൊക്കെ താളങ്ങളാണ്. ഈ ലക്ഷ്മി താളം, കുംഭതാളം, മർമ്മതാളം. ഈ താളത്തിൽ വാക്കുകളെ കെട്ടി ബന്ധിച്ചിരിക്കുക. കഥകളി കിട്ടുന്ന ഒരു അംഗീകാരം തുള്ളലിന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഈ മഹാത്രയങ്ങളിൽ ഇപ്പം മറ്റു രണ്ടുപേർക്ക് കിട്ടിയ ഒരു അംഗീകാരവും ഈ ഹാസ്യ സാഹിത്യകാരനായതുകൊണ്ടാണ്. അത് ഹാസ്യത്തെ എന്നും മാറ്റി നിർത്തുന്നത് ഇവിടുത്തെ പണ്ഡിതന്മാരുടെ പണ്ടത്തെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് കുഞ്ചനെ മാറ്റി നിർത്തിയത്. ആ പരിവുണ്ട്. അതിപ്പോഴും ഉണ്ട്, സിനിമയിലുണ്ട്, സാഹിത്യത്തിലുണ്ട്. ഇപ്പൊ കുഞ്ചൻ നമ്പ്യാരെ നമ്മൾ മാറ്റി നിർത്തിയത് അങ്ങനെയാണ്. ഹാസ്യം. VK-നെ മാറ്റി നിർത്തിയത് ഹാസ്യം. VK-നെ മനസ്സിലാവേണ്ടാണ് വായിച്ചിട്ട്. ഇപ്പോൾ വലിയ മഹാൻ നടന്മാരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ജഗതി ശ്രീകുമാർ. വൺ ആക്ടർ അല്ലേ, ഗംഭീര ആക്ടർ. അദ്ദേഹത്തെ ഹാസ്യം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. ശങ്കരാടി ചേട്ടനെയും ഒടുവിലാനെയും അതുപോലെ നമ്മുടെ എന്താ പറയേണ്ടത് അടൂർ ബാസി സാറിനെയും അങ്ങനെ ഒരുപാട് പേര് എല്ലാവരെയും മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? നർമ്മം എന്നതുകൊണ്ടാണ്. പക്ഷെ അവരെല്ലാം അവർ കിട്ടിയ വേഷങ്ങളെ ഗംഭീരമാക്കി, അതിഗംഭീരമാക്കി. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ശങ്കരാടി ചേട്ടനെ പോലെ ഇത്രയും വൈവിധ്യമാർന്ന റോള് ചെയ്തൊരു നടനുണ്ടോ? അടൂർ ബാസി സാറിനെ പോലെ, കുതിരയുടെ പപ്പുവേട്ടനെ പോലെ, ഒടുവിലാനെ പോലെ, എന്തൊരു ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നായകൻ എന്ന് പറഞ്ഞ ഒരു ഹിമവൽ ശൃംഗം പോലെയാണ്. ഒരു ഉത്തുംഗ ശൃംഗമാണ്, വലിയ ഹിമാലയം അല്ലെങ്കിൽ വലിയ എവറസ്റ്റ്. പക്ഷെ അതിനെ താങ്ങി നിർത്തുന്ന ചെറിയ ചെറിയ കുന്നുകളാണ് ഈ സ്വഭാവ നടന്മാരും ഹാസ്യ നടന്മാരൊക്കെ. അവരിൽ നിന്നുള്ള പ്രകടനമാണ് മറ്റവരെ പ്രകടനം കൊണ്ടാണ് അവർ സ്കോർ ചെയ്യുന്നത്, പെർഫോം ചെയ്ത് കയറുന്നത്. ഇപ്പം നമ്മൾ നടന്മാർ എല്ലാവരും ഗംഭീര നടന്മാരാട്ടോ. നമ്മൾ സത്യൻ സാറ് ഗ്രേറ്റ് ആക്ടർ, കൊട്ടാരക്കര സാറ് ഗ്രേറ്റ് ആക്ടറാണ്. പിന്നെ അതിനുശേഷം വന്ന ഗോപിയാശാൻ, ഭരത് ഗോപിയേട്ടൻ ഗ്രേറ്റ്, നെടുമുടി വേണിച്ചേട്ടൻ ഗ്രേറ്റ് ആക്ടർ, തിലകൻ ചേട്ടൻ, മോഹൻലാൽ, മമ്മൂട്ടി, ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്ന ഈ ഫഹദ് ഫാസിൽ, ഇവരൊക്കെ ഗ്രേറ്റ് ആക്ടേഴ്സാണ്. പക്ഷെ ഇവർക്ക് ആക്ഷൻ റിയാക്ഷന്
ഉള്ള ആൾക്കാരാണ് ഈ സഹനടന്മാർ. താങ്കളുടെ അപാരമായ സൗഹൃദ കൂട്ടായ്മകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. താങ്കൾ ഒരു വാക്ക് എവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഹൃദയത്തിൽ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുള്ളവർ എന്നാണ്. ഹൃദയത്തിലാണ് എങ്ങനെയാണ് ഹൃദയത്തിൽ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുള്ള ഒരു. അതായത് ഇപ്പം നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തല്ലേ ഓട്ടോഗ്രാഫ് ഇങ്ങനെ മറക്കുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയതൊക്കെ ഹാർട്ടിലാണ്, എൻ്റെ ഹൃദയത്തിൽ ഒപ്പുവെച്ചവരാണ് ഒരുപാട് പേരുണ്ട്. ദേവരാൻ മാസ്റ്റർ സാധാരണഗതിയിൽ അങ്ങനെ കുറച്ച് പെരുക്കനാണ്, കുറച്ച് പെരുക്കനെന്ന് മീൻസ് അങ്ങനെയല്ല, അധികം ആരോടും അങ്ങനെ ഇടപഴകാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതുമായിട്ട് വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്നാണല്ലോ. ശരിയാണോ അത്? അസലായിട്ടുള്ള സൗഹൃദം. അതെന്താ വെച്ചാൽ എന്നെ പരിചയപ്പെടുന്നതും ജയേന്ദ്രൻ ചേട്ടനാണ്. ഞാൻ ദേവരാൻ മാസ്റ്റർ അടുത്ത് പോയി 3-4 മണിക്കൂറൊക്കെ ഇരിക്കുക സംസാരിക്കും. ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറി ആ കരമനയാറിൻ്റെ തീരത്ത് കുറേ കാലം താമസിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പോകും സാറിനെ കാണാൻ. എനിക്കറിയേണ്ടതെന്ന് വെച്ചാൽ ഈ പാട്ടിനോടുള്ള ഭ്രമം കൊണ്ട് ഓരോ പാട്ടിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്. ഇപ്പോൾ കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. അപ്പോൾ ഞാൻ ചോദിക്കും, സാർ ഈ പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പരവൂര് അദ്ദേഹം കേട്ടിരുന്നതാണ്. തോണിപ്പാട്ടുകാർ രാത്രി അതാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇപ്പോൾ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ വീടിനടുത്ത് ഉടുക്കുപാട്ടുമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ അവർ പാടുന്നതാണ്. കർണാടക രാഗങ്ങൾക്കപ്പുറത്ത് ഏറ്റവും കൂടുതൽ നാടൻ ഈണങ്ങളും മാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് അദ്ദേഹം സ്കാൻ ചെയ്തു തന്നെ. അപ്പം എനിക്ക് എത്ര മണിക്കൂർ വേണോട്ടിരിക്കാം ഓരോ പാട്ടിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്നോട് സംസാരിക്കുന്ന വിഷയങ്ങൾ സംഗീതമല്ല, ONV ഒന്ന് അവതരിപ്പിക്കുക. സൗണ്ട് തന്നെ വളരെ ഇയാളാ ONVയുടെ ശബ്ദത്തിലൊന്ന്. അപ്പം ഞാൻ ONV ആവും. ONV സാറിന് എനിക്ക് അത്രയും ബഹുമാനമാണ്. അപ്പം ഞാൻ ഈ ONV സാറും ദേവരാജ് മാസ്റ്ററും കൂടിയാണ് സംഗീത ജീവിതത്തിൻ്റെ ആരംഭം. പൊന്നരിപ്പാട്. പിന്നീട് ONV സാറ് ജോലിയായിട്ട് പോയി. അപ്പോൾ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടായി. ആ ഇൻസിഡൻ്റാണ് ഞാൻ പറയുക. അപ്പോൾ ദേവരാജ് മാസ്റ്ററുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നടത്തിയിരുന്നിട്ട് ഈ വയലാർ രാമോർമ്മയെ ദേവരായനുമായി അടുപ്പത്തിലാക്കുന്നത് ഞാനാണ്. 1950കളിൽ ആണ്. ആദ്യം ഞാനും ദേവരായനും കൂടിയാണ് അന്ന് പാട്ടുകൾ ഉണ്ടാക്കിയത്. പൊന്നരി വളമ്പിളിയും അങ്ങനെയാണ് ഞങ്ങളുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പാട്ടുകളെല്ലാം വരുന്നത്. അതിനുശേഷം ചലച്ചിത്ര രംഗത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവേശിക്കുകയും പിന്നീട് ഞാനങ്ങ് പിൻവാങ്ങുകയും ചെയ്തു. പിന്നീടാണ് വയലാർ ദേവരായൻ എന്നൊരു കൂട്ടുകെട്ട് വരുന്നത്. ആ സൗഹൃദത്തിലുണ്ടായ പാട്ടുകൾ എല്ലാം തന്നെ നമ്മുടെ ഹൃദയഗീതങ്ങളാണ്. അവിടെ പാരിജാതവും സന്യാസിനിയും മായാജാലകം വാതിൽ തുറന്നു വരുന്ന മധുരസ്മൃതികളും എല്ലാം എൻ്റെയും ഇഷ്ടഗാനങ്ങളാണ്. പക്ഷേ ആ ഒരു കൂട്ടുകെട്ടിനെ ഞാൻ അനസൂയ വിശുദ്ധമായ മനസ്സോടെയാണ് കാണുന്നത്. അപ്പോൾ അലമുറയിട്ട് ചിരിക്കുകയാണ്. പിന്നെ ഉമ്മൻചാണ്ടി സംസാരിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ എല്ലാം തന്നെ. അതുപോലെ ഈ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നത് അങ്ങനെ അദ്ദേഹം അത് ആസ്വദിക്കും. കാരണം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ എനിക്കിത് കേട്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. നർമ്മം ആലോചന വേറെ ഒരാളെ ഒരു മിനിറ്റ് പോലും അടിപ്പിക്കാത്ത എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഈ നർമ്മം എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ നർമ്മഗാനങ്ങളൊക്കെ ഇയാൾക്ക് അറിയാമല്ലോ. ഞാൻ പറയും എനിക്കറിയാം സാറിൻ്റെ എല്ലാ തമാശപ്പാട്ടും എനിക്കറിയാം. കേളടി നിന്നെ ഞാൻ കെട്ടുന്ന കാലത്ത് ആ പാട്ട്, പിന്നെ പാപ്പി അപ്പച്ച, അസാമാന്യ നർമ്മബോധം. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം എന്നോട് എനിക്ക് അങ്ങോട്ട് ബഹുമാനവും അതിൽ അങ്ങനെ തന്നെ ഈ ദേഹത്തെ പോലെ തന്നെ പറയാവുന്ന ഒരാള് MT സാറാണ്. കാരണം MT സാറും നമ്മൾ അധികം ഒരു ചിരിച്ചു പോലും കണ്ടില്ല. കുറെ ഗൗരവക്കാരൻ്റെ ഒരു ഇതുള്ളതാണ്. അദ്ദേഹത്തിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ല, അതും ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിച്ചിട്ടുള്ള ആളാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പം അദ്ദേഹത്തെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ നാലുകെട്ട് എന്ന് പറഞ്ഞ നോവലിൻ്റെ 50-ാം വർഷം ആഘോഷിക്കാൻ വന്നിറങ്ങുന്ന സമയത്ത് ഞാനവിടെ അദ്ദേഹം നടന്നു വരുന്നു, ഞാൻ ആ കൂട്ടത്തിലുണ്ട്. ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, നടന്നു വരുന്നു. എന്നെ കണ്ടോടനെ 4 ദിവസം, നാലുകെട്ട് 4 ദിവസം എന്നായിരുന്നു പരിപാടി. ഇവിടെ പരിപാടി ഉണ്ടോ? ഇല്ല സാറേ, ഞാൻ കാണാറുണ്ട്. എനിക്ക്
അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഭാഷ, നമ്മൾ ഈ കുഞ്ചൻ നമ്പ്യാർ കാര്യം പറഞ്ഞ പോലെയാണ്. MT സാറിനെ വായിച്ചാൽ തന്നെ നമ്മൾ വാക്കുകളെ കൊണ്ട് നമ്മുടെ മസ്തിഷ്കം നിറയും. അതെ. അദ്ദേഹം പറയുന്ന ഏറ്റവും വലിയ വാചകം എന്താ വെച്ചാൽ, എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ വായനക്കാരോടാണ്, പിന്നെ എൻ്റെ ഗ്രാമത്തോട്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഈ കഥാപാത്രങ്ങളെയൊക്കെ തേടിപ്പോയതാണോ? ഒരിക്കലുമില്ല, അവരെന്നെ തേടി വരികയായിരുന്നു. ഇപ്പോഴും ഭാരതപ്പുഴയുടെ തീരത്തും താന്നിക്കുന്നിൻ്റെ താഴ്വരയിലും നാട്ടിലെ വഴികളിലും കഥാപാത്രങ്ങൾ എന്നെ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം കൂടെ രേഖപ്പെടുത്തൂ എന്ന് അവർ പറഞ്ഞു തീറ്റേണ്ടത് വരെ ഞാനിവിടെ ഉണ്ടാവും. തിരക്കഥയുടെ കുലപതി, അതെ അതെ, സാഹിത്യത്തിൻ്റെ പത്രാധിപർ, എന്തൊക്കെയാണ്. വടക്കൻ വീരഗാഥയിലൊക്കെ അങ്ങനെ ഒരു സംഭാഷണങ്ങൾ ആർക്ക് എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ ആലോചിച്ച് 2 തവണ ആലോചിക്കണം. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പിടികിട്ടാത്ത, ആരാധനയോടുകൂടി നോക്കി നിൽക്കുക, വായിക്കുക എന്നല്ലാതെ ഒന്നും പറയണ്ട. അത് ഈ നമ്മളീ പറഞ്ഞ ദേവരായ മാഷ പാട്ടും വയലാറിൻ്റെ കവിതയും ഭാസ്കരൻ മാസ്റ്റർ, ബാബുക്കയുടെ, രാഘവൻ മാസ്റ്ററുടെ, നമ്മുടെ ആദ്യകാല ഗുരുനാഥന്മാരുടെ, ദാസേട്ടൻ്റെ, ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് തീർന്നിട്ടില്ല. MT സാറിനെ വായിച്ചു മതിയായിട്ടില്ല എനിക്ക്. ഗോപി ഭരത്. പക്ഷേ എനിക്ക് താങ്കളുടെ ഏറ്റവും ഫേവറേറ്റ് ആരാന്ന് പറഞ്ഞുകൊണ്ടല്ല പെട്ടെന്ന് സുകുമാർ അഴീക്കോട് മാഷിനെ. കാരണം അദ്ദേഹത്തിനെ ഞാനും തേടിപ്പിടിച്ച് ഒരുപാട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടുള്ളതുകൊണ്ട് കേട്ടിട്ടുണ്ട് പോലെ ധാരാളം. എനിക്ക് അദ്ദേഹത്തിന് ഞാൻ എവിടെ ഉണ്ടെങ്കിലും അന്ന് അക്കാലത്ത് ഞാൻ തേടിപ്പിടിച്ച് എത്ര ദൂരമാണെങ്കിലും പോകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങൾ വരെ എനിക്കിഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ MT സാറിനെ പോലെ ONV സാറിനെ, ONV സാറിനും എന്നെ വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. ONV സാറിന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ONV സാറിനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചാണ് ഇങ്ങനെ ഇരുന്നിട്ട്, ഇങ്ങനെ കൈ ഇങ്ങനെയാണ്, ഇന്നിവിടെ എന്താണാവോ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് എന്നോട് ഇങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെയാണ് അഴീക്കോട് മാഷ്. എനിക്ക് തോന്നുന്നത് അഴീക്കോട് മാഷ് ഒരു ഫ്രണ്ട്ലി റിലേഷനായിരുന്നു. അഴീക്കോട് മാഷ് എന്താ പറയുക, ഒരു വിവാഹം കഴിക്കാത്ത ഒരാളായിരുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര എനർജിയാണ്. വിവാഹം കഴിക്കാത്തതുകൊണ്ട് എന്നല്ല കേട്ടോ എൻ്റെ അർത്ഥം. സുഹൃത്തിനെ പോലെ പെരുമാറുന്നത് എന്നോട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതികരണം. അഴീക്കോട് മാഷ് ഞാനും കൂടിയിട്ടുള്ള എത്ര മുഹൂർത്തങ്ങളാണ് ഈ എന്താ പറയുക, ഈ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എത്ര മുഹൂർത്തങ്ങൾ. ഒരു പ്രസംഗ സ്ഥലത്ത് പോയിട്ട് അഴീക്കോട് മാഷ് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ഇരിക്കുന്നവരെല്ലാം റിട്ടയർ ചെയ്തവരാണ്. വേദിയിലിരിക്കുന്ന മുൻ മന്ത്രി, മുൻ ചീഫ് ജസ്റ്റിസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെയാണെങ്കിൽ മുൻ എന്നത് എനിക്കാണ് കൂടുതൽ ചേരുക, മുൻ ഗോപി, അത് പറയണ്ട ആ സമയത്ത്. അതുപോലെ മറ്റേ അദ്ദേഹം ഓരോ വിഷയത്തിനെയും ഹാസ്യപൂർവ്വം അവതരിപ്പിക്കും. പരിഹാസം വെട്ടിമുറിക്കുകയാണ്. അത് ഈ ഞാൻ ഒരിക്കൽ സാറിനോട് ചോദിച്ചു, സാറ് എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാതിരുന്നതെന്ന് ചോദിച്ചു. പലരും ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു ഇവിടുത്തെ യൂണിവേഴ്സിറ്റി തലത്തിലെ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാസമ്പന്നരായ ഒരു തലമുറയെ സൃഷ്ടിക്കാനോ, ഇവിടെ നിരൂപണം നടത്തി ഇവിടുത്തെ കുറച്ച് സാഹിത്യകാരന്മാരെ ഒന്ന് നന്നാക്കാനോ, അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ നേതൃത്വത്തിലുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാരെയും പണി തീർക്കാനോ, എന്തുകൊണ്ടാണ്, അതിന് ധൈര്യം കിട്ടാൻ വേണ്ടിയാണ് വിവാഹം കഴിക്കാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ഇതൊന്നുമല്ല കാര്യം, ഞാൻ വിവാഹം കഴിക്കാതിരിക്കാനുള്ള കാരണം കട്ടിലിൽ നിന്നൊരു തടസ്സവുമില്ലാതെ അതിരാവിലെ എണീക്കാൻ വേണ്ടിയാണ്. MT സാറിൻ്റെ മൗനത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ MT സാറ് സംസാരിക്കില്ല അധികം. ഇദ്ദേഹമായിട്ട് വാചാലൻ, അതായത് ഒരു എന്താ പറയണ്ട, ഒന്ന് സാഗരം, ഒന്ന് തിരമാല, ഇങ്ങനെ അടിച്ചിങ്ങനെ, മറ്റേതതിൻ്റെ ആഴം, ഒന്നും മിണ്ടാതെ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ ഈ MT സാറിൻ്റെ ഈ മിതത്വം വളരെ സൂക്ഷിച്ച് അളന്ന് കുറിച്ച് വാക്കുകൾ പറയുന്നു. സാറാണെങ്കിൽ സാഗരം. ആരാ സാഗരം ഒന്ന് വിശേഷിപ്പിച്ചത്? സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് MT സാറിനെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയുക? അപ്പോൾ പറഞ്ഞെന്നറിയും, അമിതമായ മിതഭാഷി. മിതഭാഷി എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമില്ല, അമിതമായ. അദ്ദേഹത്തിൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഒറ്റ വാക്കിൽ ഒരു വലിയ ഒരു ആളെ വരച്ചിട്ടു. കായാമ്പൂ
കണ്ണിൽ വിടരും കമലദളം, കവിളിൽ വിടരും അനുരാഗവതി, നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും